അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വേവലാതി, ഞങ്ങളുടെ മേഖല വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. ആർക്കും സ്വന്തം മക്കൾക്കാണെങ്കിലും ഭാര്യക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും ഒപ്പം നടക്കുന്ന ആളുകൾക്ക് വരെ ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ടോൾ ഫ്രീയില ഒരു അക്കൗണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വേട്ടയാടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസങ്ങളാണ്. ബഹുമാനപ്പെട്ട സുവിസാറുമായിട്ട് ഞാൻ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പല ദിക്കുകളൊന്നും ചിലപ്പോ കാശിനാവാം, അല്ലെങ്കിൽ അതൊരു മറ്റൊരു രീതിയിലാവാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ പരാതി പറയുന്ന ആളുകളുടെ അടിസ്ഥാനം അതിനെപ്പറ്റി അന്വേഷണം നടത്തി വേണം. കേന്ദ്ര ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ് 3 സംസ്ഥാനത്തെ 3 ജില്ലകളിൽ 1ാം സ്ഥാനം നേടുന്ന മലപ്പുറം ജില്ലക്കാണ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നമുക്കാണ്. 3 ജില്ലകൾ 1ാം സ്ഥാനത്തെത്തി. 1 മലപ്പുറം, 2 കൊല്ലം, 3 കോഴിക്കോട്. പക്ഷെ മറ്റ് ജില്ലകളൊന്നും ഇങ്ങനൊരു സംഭവം നടന്നേ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് ഡേക്കേഴ്സ് അവരുടെ ആ രീതിയിലുള്ള ഒരു സ്വീകരണം, ഒരു അനുമോദനം ഏർപ്പെടുത്തി. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഈ മലപ്പുറം ജില്ല മറ്റേ ബേക്കേഴ്സ് ആയാലും KHR ആയാലും കൂടുതൽ അടുത്ത് നിൽക്കാൻ, അവരുമായി കൂടുതൽ ഇടപഴകി നിന്ന് കലക്ടർ വരുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് ആദരം നൽകുക എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രോഗ്രാം നെല്ലിക്കാൻ പറയുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്റെ ഒരു അവയർനെസ് സെഷൻ എന്ന രീതിയിൽ കൂടിയായിരിക്കും അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ നെല്ലിക്കാന പ്രോഗ്രാമിന്റെ കാര്യം നിങ്ങൾക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നെല്ലിക്കാന പറയുന്ന ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിൽ വാഗ്ദാചാര്യം പറയുന്നുണ്ട്, ആരോഗ്യവാനായിരിക്കുവാൻ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 കാര്യങ്ങളുണ്ട്. അതാണ് നിത്യം ഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിശേഷു ആസക്തഃ ദാതാ സമഹ സത്യപരഃ ക്ഷമവാൻ ആപ്തോപസേവി ച ഭവത്യാരോഗഃ. ആരോഗ്യമായി തീരുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 6 കാര്യങ്ങളെ കുറിച്ച് വാഗ്ദാചാര്യം പറയുന്നത്. അതിൽ 1ാമത്തെ കാര്യമാണ് നിത്യം ഹിതാഹാരം, നിത്യവും ഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞ അമിതമായ ഉപ്പില്ലാത്ത, അമിതമായ പഞ്ചസാരയില്ലാത്ത, അമിതമായ കൊഴുപ്പില്ലാത്ത, കൃത്രിമതകൾ ചേർക്കാത്ത ഹിതമായിട്ടുള്ള അളവിലുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യവാനായിരിക്കാം. 2ാമത്തെ കാര്യം പറയുന്നത് നിത്യം ഹിതാഹാര വിഹാരസേവി. നമ്മൾ വിഹാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഹിതമായിരിക്കണം, ഓവറാവാൻ പാടില്ല. എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള എക്സസൈസുകൾ, വ്യായാമങ്ങൾ ശീലിക്കണം. 2 കാര്യങ്ങൾ, നിത്യം ഹിതാഹാര വിഹാരസേവി. 3ാമത്തെ കാര്യം പറയുന്ന സമീക്ഷ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാവണം. ഏത് കാര്യങ്ങളും എടുത്തു ചാടി പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 2 വർഷങ്ങളിലേക്കും നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര ഹിതമായിട്ടുള്ള ആഹാരം കഴിച്ചിട്ടും കാര്യമില്ല, എത്ര ഹിതമായിട്ടുള്ള വിഹാരങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ ജീവിതം കട്ടപ്പകയാവും. തീർച്ചയായിട്ടും 3ാമത്തെ കാര്യമാണ് സമീക്ഷ കാര്യം. നമ്മൾ ഏത് കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാൻ. സൂചിപ്പിച്ചതുപോലെ നെല്ലിക്ക, അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. ആ നെല്ലിക്ക പദ്ധതിയുടെ അദ്ദേഹം കൊണ്ടുവരുമോ നമ്മളൊക്കെ വളരെ ആശങ്കയോടുകൂടിയാണ് കണ്ടത്. പക്ഷേ അത് അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് കാണിക്കാനോ അല്ലെങ്കിൽ മലപ്പുറം ജില്ല ഉയരത്തിലെത്താനോ, മറിച്ച് നമ്മുടെ ജില്ലയുടെ, കേരളത്തിന്റെ, സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ പരിസ്ഥിതി ആലോചിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും ഡയാലിസിസ് സെന്ററുകളുള്ള ജില്ല എന്നിവയൊക്കെ അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന വലിയൊരു ആശയമാണ്. കേന്ദ്രം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരാശയം. ഒരുപക്ഷെ 100കണക്കിന് ജില്ലകളുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ജില്ലാ ഭരണാധികാരി കൊണ്ടുവന്ന ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് നെല്ലിക്ക. ആ പദ്ധതിയെ സദസ്യരുടെ വ്യക്തികളെ, സുഹൃത്തുക്കളെ, മലപ്പുറം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം. കാരണം എല്ലാ ഉദ്യോഗസ്ഥരുടെയും കഠിന പരിശ്രമത്തിലൂടെയാണ് സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തെത്താൻ മലപ്പുറം ജില്ലയ്ക്ക് സാധിച്ചത്. അതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. താരതമ്യേന ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും നമ്മുടെ മെച്ചപ്പെട്ട ഭക്ഷണം ഉറപ്പാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ കഴിയുന്ന
എല്ലാവരുടെയും സഹകരണം വേണം. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ നടത്തുന്നവർ, അതുപോലെ കാറ്ററിംഗ് നടത്തുന്നവർ, ഭക്ഷണം കൊടുക്കുന്ന വീടുകൾ, ആരോഗ്യ രംഗത്തുള്ളവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഏറ്റവും നല്ല ദിനങ്ങളിൽ ഒന്നാണ്. പക്ഷേ ചരിത്ര ലിപികളിൽ കൂടിയായിരിക്കും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും ഏകദേശം 2 മണിയോളം 2 മണിക്ക് ഈ പരിപാടി തുടങ്ങിയതാണ്. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ ജില്ലാ കളക്ടർ ശ്രീ വിനോദ് സാർ, മുഖ്യാതിഥിയായിട്ടുള്ള സുജിത് പെരേര സാർ, മറ്റു ജില്ലയുടെ സേഫ്റ്റി ഓഫീസർമാർ, ഈ ഓഡിറ്റോറിയം വീരന്മാരെ ഈ ഓഡിറ്റോറിയം നമ്മൾ തന്ന അങ്ങനെ ഓരോരുത്തരോടും